ഞാൻ ജീവനൊരു വാക്ക് തരാം. ഈ വീടിന്റെ അകം വിട്ട് ഞാനിനി പുറത്തിറങ്ങില്ല. ആരുമായി സംസാരിക്കില്ല. പക്ഷെ തിരിച്ചെനിക്കൊരു വാക്ക് തരണം. ഇനി ഇത്തരം കോമാളിത്തരങ്ങള് ജീവന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവില്ലെന്ന്. പറഞ്ഞത് സത്യസന്ധമാണെങ്കിലും അതെത്രത്തോളം പാലിക്കാൻ പറ്റുമെന്ന് അവള് തെളിയിക്കട്ടെ. എന്നെ വളർത്തി വലുതാക്കിയത് ആ മനുഷ്യന്. എൻ്റെ മനസ്സിൽ ഈ ഇരിക്കുന്ന ദൈവങ്ങളുടെ അതേ സ്ഥാനത്ത് കഴുത്തിനിരിക്കാൻ എനിക്ക് പറ്റില്ല. കുറച്ച് സമയം കൂടി ഞാൻ കാക്കും. അത് കഴിഞ്ഞാൽ എന്താ വേണ്ടതെന്ന് എനിക്കറിയാം. എൻ്റെ തീരുമാനം ഞാനെടുക്കും. നീ എന്തിനാടി ഈ വെയിലത്ത് ഇത്രയും ദൂരം വന്നേ? ഇല്ലെങ്കിൽ ചായക്കടയിൽ പോയി കഴിക്കില്ലേ? അപ്പൊ എനിക്ക് ഒരു മനസ്സമാധാനം കിട്ടില്ല. കൊള്ളാവോ? നീ ഉണ്ടാക്കിയല്ലേ, മോശമാവോ? അത് ചുമ്മാ. നീ കഴിച്ചോ? ഇല്ല, ഞാൻ വീട്ടിൽ ചെന്നിട്ട് കഴിച്ചോളാം. എന്നാ നീ കൂടെ കഴി. ചുമ്മാ അടങ്ങിയിരിക്കും, ആരേലും കാണും. ചുമ്മാ ഇരിക്കേ. അതിനെന്താ, നമ്മള് ഭാര്യയും ഭർത്താവും അല്ലേ, രഹസ്യ ബന്ധമൊന്നും അല്ലല്ലോ. മക്കളൊക്കെ സ്കൂളിൽ പോയാടി? രണ്ടാളും പോയി. ഒരാളെ വീട്ടിലെടുത്തിട്ടാ പോകുന്നത്. എന്താവും അറിയില്ല.
എന്തിനാണ് സമ്പത്തും പ്രതാപമൊക്കെ? ഇതുപോലൊരു ജീവിതം പറ്റൂ? മണ്ണിനെ തൊട്ടുള്ള ഈ സ്നേഹമാണ് ഞാൻ ആഗ്രഹിച്ചിരുന്നത്. പക്ഷെ കിട്ടിയത് മരുഭൂമിയിലായിപ്പോയി. കുഞ്ഞു കുഞ്ഞു സന്തോഷങ്ങൾ മാത്രം പങ്കിടാൻ പറ്റുന്നൊരു ജീവിതം, അത് മതിയായിരുന്നു എനിക്ക്. ഗുഡ് മോർണിംഗ് മാഡം. ഗുഡ് മോർണിംഗ്. എവിടെയായിരുന്നു നിങ്ങളൊക്കെ? കാണാനേ ഇല്ലല്ലോ. വാ. ഇരിക്ക്. കുറച്ചു ദിവസം മുൻപ് ഞാൻ നിങ്ങളുടെ വീടിന്റെ ഇതിലെ വന്നിട്ടുണ്ടായിരുന്നു. ബെല്ലടിച്ചിട്ടും തുറന്നില്ല. ആരും ഉണ്ടായിരുന്നില്ലേ അവിടെ? ഉണ്ടായിരുന്നില്ല. ഞാനും വൈഫും കൊടൈക്കനാലിൽ ഒരു സ്ഥലത്തായിരുന്നു. നിത്യ, ആന്റിയുടെ മരുമോളെ ഞാൻ കണ്ടിട്ടില്ല. വരുമ്പോ ഞാൻ ചേച്ചിയോട് പറയായിരുന്നു ആ കുട്ടിയെ കൂടെ ഒന്ന് കാണണമെന്ന്. ആള് മിടിക്കല്ലേ? അവള് മിടിക്കുക. നമ്മളൊരു സ്വപ്നം കാണുക, എന്നിട്ട് അത് നേരെ പറിച്ച് മുമ്പിൽ കൊണ്ടുവന്ന് വെച്ച് ജീവൻ വെപ്പിക്കുക. അത്രയേ ഉള്ളൂ. വാ മോളെ. ഞങ്ങൾ ഇവിടെ മുൻപ് തൊട്ടടുത്ത് താമസിച്ചിരുന്നതാ. ഇപ്പോ ഞങ്ങള് കുറെ ദൂരത്തേക്ക് മാറി. ഒരുപാട് ദൂരത്തേക്കൊന്നല്ല, നമ്മുടെ ജംഗ്ഷന്റെ അടുത്തേക്ക്. വാണിയെ മോൾക്ക് അറിയാലോ, ഫംഗ്ഷന് കണ്ടതല്ലേ? കുറച്ചു കാലം മുൻപ് ഏത് കാര്യത്തിനും അമ്മയ്ക്ക് കൂട്ടുണ്ടായിരുന്ന ആളാ. കല്യാണം കഴിഞ്ഞ് ഒരൊറ്റ പോക്കങ്ങ് പോയി. ഇത് പ്രകാശ്, വാണിയുടെ ആങ്ങളെയാ. എന്താ ഇയാളുടെ പേര്? നിത്യ. ഉള്ള കാര്യം പറയാലോ, അമ്മായിയമ്മയ്ക്ക് നല്ല അഭിപ്രായോ? അങ്ങനെ ഒരു ഭാഗ്യം കിട്ടുന്നത് വളരെ അപൂർവമാണ്. അല്ല, പ്രകാശ് എന്താ കൊടൈക്കനാലിലേക്ക് മാറിയത്? സ്ഥലം മാറ്റോ? സത്യം പറഞ്ഞ അതെ, ഡോക്ടറിന്റെ നിർദ്ദേശപ്രകാരം. കല്യാണം കഴിഞ്ഞിട്ട് 3 വർഷമായല്ലോ. കുട്ടികൾ ഉണ്ടാവാത്തതിന്റെ ടെൻഷൻ ഉണ്ടായിരുന്നു. 1-2 തവണ അബോർഷൻ ആവുകയും ചെയ്തു. 3ാമത് ഗർഭിണിയായപ്പോ ഡോക്ടർമാര് നിർദ്ദേശിച്ചതാണ് എവിടേക്കെങ്കിലും കാലാവസ്ഥ വ്യത്യാസമുള്ള സ്ഥലത്തേക്ക് മാറാൻ. അമ്മയുടെ ഒരു ബന്ധു കൊടൈക്കനാലിലുണ്ട്, അതുകൊണ്ട് ഇവരങ്ങോട്ട് പോയതാ. എന്നിട്ട് ദൈവത്തിന്റെ അനുഗ്രഹം കൊണ്ട് സക്സസ് ആയി. മെനിങ്ങാന്നാ ഞങ്ങൾ തിരിച്ചെത്തിയേ കുഞ്ഞിനെയും കൊണ്ട്. ഇനിയിപ്പോ വന്ന കാര്യം പറയാം. നാളെ ഇവന്റെ കുഞ്ഞിന്റെ നൂലുകെട്ടാ. മാഡം കുടുംബസമേതം വരണം. ഞാനൊരു ചെറിയ BP പ്രോബ്ലം കഴിഞ്ഞ് റെസ്റ്റില്ല. എനിക്ക് വരാൻ പറ്റുമെന്നൊന്നും അറിയില്ല. ഞാനൊരു കാര്യം ചെയ്യാം, നിത്യമോളെ അയക്കാം. അയ്യോ അമ്മേ, മോള് പോയാ മതി. നമ്മുടെ അയൽപ്പക്കത്തുള്ളവരൊക്കെ ഉണ്ടാവും. മാത്രമല്ല വാണിയുണ്ടാവുമല്ലോ. പിന്നെന്താ പോയാല്? ഞാൻ ചായ എടുക്കാമേ. അയ്യോ മോളെ വേണ്ട, വേറൊന്നും തോന്നല്ലേ. ഈ കല്യാണം വിളിക്കാൻ പോവുക, വേറെ വല്ല ചടങ്ങുകൾക്ക് ക്ഷണിക്കുക, അതൊരു സ്വീകരണ. അപ്പുറത്തെ മേനോൻ സാറിന്റെ വീട്ടിൽ നിന്ന് ഒരു ചായ കുടിച്ചു. ഇപ്പൊ തൽക്കാലം ഇവിടുത്തെ ഓഫർ സ്വീകരിക്കാൻ ഒരു മാർഗവുമില്ല.
ഈ തിരക്കൊക്കെ ഒന്ന് കഴിയട്ടെ. എല്ലാരെയും കൂട്ടി ഞങ്ങളൊരു ദിവസം ഇങ്ങോട്ട് വരാം കുഞ്ഞുമായിട്ട്. ആ ജീവൻ, താനെന്താ ഒരു പരിചയമില്ലാത്ത പോലെ നിൽക്കുന്നേ? കല്യാണം കഴിഞ്ഞതിന് ഗൗരവമാണോ? കല്യാണം കഴിഞ്ഞെന്ന് പറഞ്ഞാൽ അതിലെന്തോടോ പ്രത്യേകിച്ച് വിശേഷം? ലോകത്ത് ആദ്യമായിട്ട് സംഭവിക്കുന്ന ഒന്നല്ലല്ലോ. ഉള്ളത് പറയാലോ ആൻറ്റി, ജീവൻ അല്പം ഗൗരവക്കാരനായിട്ടുണ്ട്. മാഡം, ഇനി ഞങ്ങൾ ഇരുന്നാൽ ശരിയാവില്ല. വിളിച്ചു തീർക്കാൻ ഈ ഒരൊറ്റ ദിവസം മാത്രമേ ബാക്കിയുള്ളൂ. ഓട്ടപ്രദക്ഷിണം നടത്തിയേ പറ്റൂ. എന്നാ ഞങ്ങൾ ഇറങ്ങട്ടെ. ശരി, ആയിക്കോട്ടെ. നിത്യ, നാളെ വരുമ്പോ നമുക്ക് വിശദമായി പരിചയപ്പെടാം. ആ ചെല്ല. അതെ, ഇനി ഇതുപോലത്തെ പല കാര്യങ്ങൾക്കും മോള് തന്നെ പോകേണ്ടി വരും. ഇത് തൊട്ട് അങ്ങ് ശീലിച്ചു. എടോ, താൻ പോകുന്നുണ്ടെങ്കിൽ പൊക്കോ കേട്ടോ. ഈ നൂലുകെട്ടൊക്കെ സ്ത്രീകൾ മാത്രം പങ്കെടുക്കുന്ന ഒരു ചടങ്ങല്ലേ? നിന്നോട് ആരാ പറഞ്ഞ ഈ നൂലുകെട്ടൊക്കെ സ്ത്രീകൾ മാത്രം പങ്കെടുക്കുന്ന ചടങ്ങാണെന്ന്? ആണുങ്ങൾ പങ്കെടുത്താൽ എന്താ? ആണുങ്ങൾ പങ്കെടുക്കുന്ന ചടങ്ങിൽ സ്ത്രീകൾക്ക് പോയാൽ എന്താ? അല്ല, ഞാനങ്ങനെ പറഞ്ഞതേ ഉള്ളൂ. ആലോചിക്കാതെയുള്ള വാക്കുകളൊന്നും വേണ്ട. പ്രത്യേകിച്ച് കുടുംബത്തിനകത്ത് പറയുന്ന വാക്കുകൾ ശ്രദ്ധിച്ചു വേണം. ഇനി ഇതിൽ ചർച്ചയുടെ ആവശ്യമൊന്നുമില്ല. പ്രകാശിന്റെ കുഞ്ഞിന്റെ നൂലുകെട്ട് ചടങ്ങിന് നാളെ നമ്മുടെ കുടുംബത്തിൽ നിന്നും നിത്യയാണ് പോകുന്നത്. അതെന്റെ തീരുമാനമാണ്. ഇവള് പോയിരിക്കും. നീ ഓഫീസിൽ പോ. ഹലോ വീണ. കിരൺ, കാര്യങ്ങൾ എന്തായി? പ്രത്യേകിച്ചൊരു മാറ്റമില്ല. എന്തുപറ്റി? മുമ്പത്തെ പോലെ ഒഴിവ് പറയാനാണോ? അതുണ്ടാവില്ല എന്ന് ഞാൻ പറഞ്ഞില്ലേ കിരൺ. എനിക്ക് സിൻസിയർ ആയിട്ടുള്ള സുഹൃത്തുക്കൾ ആരുമില്ല. ആ സ്ഥാനത്താ ഞാൻ കിരണിനെ കാണുന്നത്. എനിക്ക് എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ടേ പറ്റൂ. കിരൺ പറഞ്ഞ പ്രോജക്റ്റ് ഒരു കാരണവശാലും എനിക്ക് നഷ്ടപ്പെടരുത്. നേടുന്നതും നഷ്ടപ്പെടുന്നതുമൊക്കെ വീണയുടെ രീതികൾക്കനുസരിച്ചിരിക്കും. എന്റെ പ്രൊഫഷന് വേണ്ടി ചെയ്യാവുന്ന ഏറ്റവും കൂടിയ കാര്യം തന്നെയാ ഞാൻ ചെയ്യുന്നത്. ഞാൻ ആ മനുഷ്യനോട് ഡിവോഴ്സ് ആവശ്യപ്പെട്ടിരിക്കുക. അതെയോ? അതെ. എന്റെ ആഗ്രഹങ്ങൾക്ക് എന്നും അയാളൊരു വിലങ്ങുതടിയായിരിക്കും. എന്നും ഒരു കുടുംബത്തിലെ അടുക്കളയിൽ തളച്ചിടാൻ അയാൾ ആഗ്രഹിക്കുന്നത്. എനിക്കത് പറ്റില്ല. ഡിവോഴ്സിന് അയാൾ എതിർപ്പൊന്നും പറയില്ല. അത് കഴിഞ്ഞാ പിന്നെയുള്ളത് ഈ അസത്തിന്റെ കാര്യം. എന്റെ വയറ്റിലുള്ള ഈ നശിച്ച കുഞ്ഞിന്റെ. വീണ, എനിക്കിതിനോട് വെറുപ്പാ. ഇനിയിപ്പോ എന്തായാലും ഒരു അബോർഷനെ കുറിച്ച് ചിന്തിക്കാൻ പറ്റില്ല. പ്രസവിക്കേണ്ടി വരും. അത് കഴിഞ്ഞാ ഇതിന് എന്താ ചെയ്യേണ്ടെന്ന് ആലോചിച്ചിട്ട് എനിക്കിപ്പോ ടെൻഷൻ. വീണയോട് പ്രൊഡക്ഷൻ ടീമിന് നേരിട്ട് സംസാരിക്കണമെന്ന് പറഞ്ഞാൽ ഞാൻ അവർക്ക് നമ്പർ കൊടുക്കും കേട്ടോ. അവർ വിളിക്കുമ്പോൾ ഡിവോഴ്സിന്റെ കാര്യമോ കുഞ്ഞിനെ ഒഴിവാക്കുന്ന കാര്യമോ ഒന്നും വീണ പറയാൻ നിൽക്കണ്ട. അങ്ങനെ പറഞ്ഞാൽ പിന്നെ അവരുടെ വിളി ഉണ്ടാവില്ല. എന്തായാലും നമ്മുടെ കയ്യിൽ 5-6 മാസം ഉണ്ടല്ലോ. അത് കഴിഞ്ഞാൽ ഈ പ്രൊജക്റ്റ് ഓണാകും. അതിനു മുമ്പ് നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റും. എന്തെങ്കിലും അത്യാവശ്യം വന്ന് ഞാൻ കിരണിനെ ഒന്ന് വിളിക്കും. എന്നെ ഒന്ന് സഹായിക്കാൻ പറ്റില്ലോ തനിക്ക്? സിൻസിയർ ഫ്രണ്ടിന്റെ സ്ഥാനത്താണ് കാണുന്നതെന്ന് വീണ ഉറപ്പിച്ചു കഴിഞ്ഞില്ലേ? അപ്പൊ പിന്നെ സഹായിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ. താങ്ക്സ് കിരൺ. കാര്യങ്ങളൊക്കെ പോസിറ്റീവായിട്ട് താൻ ചിന്തിക്കേ. നേടാനുള്ളത് താൻ നേടിയിരിക്കും. അത് ആര് തടസ്സം നിന്നാലും. ഓക്കെ, ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. നേടാനുള്ളത് ഞാൻ നേടിയിരിക്കും. ആര് തടസ്സം നിന്നാലും.
ഈശ്വര, ജീവന് കൊടുത്ത വാക്ക് ആദ്യത്തെ ദിവസം തന്നെ തെറ്റിക്കേണ്ടി വന്നല്ലോ. ഇനി എന്തൊക്കെ ഉണ്ടാകുമെന്ന് എനിക്കറിയില്ല. പരിചയക്കാരും വഴിയിൽ കാണാതിരുന്നാൽ മതിയായിരുന്നു. നിത്യേച്ചി എന്താ ഈ ആലോചിക്കുന്നേ? ഒന്നുമില്ല. നിത്യേച്ചിക്ക് എന്താ ഒരു സന്തോഷമില്ലാത്തെ? ആര് പറഞ്ഞു? എനിക്ക് തോന്നി. അമ്മ കൂടെ ഇല്ലാത്തോണ്ടാണോ? അതിന് നീയില്ലേ കൂടെ? സത്യം പറഞ്ഞ ഇങ്ങനെ ഒരു അവസരം ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. ഏത് ഫാമിലി ഫംഗ്ഷന് പോയാലും അമ്മ കൂടെ ഉണ്ടാവും. അമ്മ കൂടുതൽ നിയന്ത്രിക്കാനൊന്നും നിൽക്കില്ല, പക്ഷേ അമ്മയുടെ ഒരു നോട്ടം മതി നമ്മൾ സ്വയം നിയന്ത്രിക്കാൻ. ഇപ്പൊ ചേച്ചിയുടെ കൂടെയല്ലേ, നമുക്ക് ഫ്രീ ആയിട്ട് അടിച്ചു പൊളിക്കാം. നീ നടക്ക. നിത്യേച്ചി എന്താ ഈ താഴെ നോക്കി നടക്കുന്നത്? എന്തെങ്കിലും കളഞ്ഞു പോയോ? അല്ല, ഇങ്ങനെ നിലത്ത് നോക്കി നടക്കുന്നോണ്ട് ചോദിച്ചതാ. ഓ, ഏട്ടത്തി ഈ നാട്ടിലെ പുതുപ്പെണ്ണാണല്ലോ, അതിന്റെ അച്ചടക്കമായിരിക്കും അല്ലേ? നീ നടക്ക് ജ്യോതി. ഇങ്ങനെ നടന്നാ എനിക്ക് വല്ലാണ്ട് ബോറടിക്കുന്നു. ഏട്ടന്റെ അച്ഛന്റെ അമ്മയുടെ ഒക്കെ മുന്നിൽ നടക്കുമ്പോ വേണമെങ്കിൽ കുറച്ച് വിനയൊക്കെ കാണിച്ചോളൂ. എന്റെ മുമ്പിൽ ആ വിനയൊന്നും വേണ്ട. നമ്മൾ നല്ല ഫ്രണ്ട്സ് അല്ലേ? ഏട്ടത്തി നേരെ നോക്കി നടക്ക്. നിനക്കെല്ലാം കളിയാണ്. എനിക്കങ്ങനെ ആവാൻ പറ്റില്ല. എന്താടാ നീ അത്യാവശ്യമായിട്ട് കാണണമെന്ന് പറഞ്ഞത്? എടാ, എനിക്കിതിനകത്തിരുന്ന് ബോറടിച്ചു. എവിടേക്കെങ്കിലും ഒന്ന് ഇറങ്ങാന്ന് കരുതിയാ നിന്നോട് വരാൻ പറഞ്ഞത്. നിനക്ക് വീടിനകത്ത് ഒതുങ്ങിക്കൂടാൻ കഴിയില്ലെന്നറിയാം. പക്ഷേ ഡോക്ടർ പറഞ്ഞ സമയം വരെ റെസ്റ്റ് എടുത്തല്ലേ പറ്റൂ. ഇവിടെ എനിക്ക് കിട്ടുന്ന റെസ്റ്റ് മനസ്സമാധാനം എന്താണെന്ന് നിനക്കറിയാലോ. എനിക്ക് ഭ്രാന്ത് പിടിക്കോടാ. പുറലോകം കാണുമ്പോ കുറച്ചു നേരത്തേക്കെങ്കിലും ഇതൊക്കെ ഒന്ന് മറക്കാൻ പറ്റുമല്ലോ. നിനക്കെന്തെങ്കിലും അത്യാവശ്യമുണ്ടോ? ഏയ്, അങ്ങനെ പ്രത്യേകിച്ചൊന്നുമില്ല. ട്യൂട്ടോറിയൽ കോളേജിന്റെ ആർട്സ് വരികയാണ്. ഇത്തവണ നമ്മുടെ നോവലിസ്റ്റ് ആർ.കെ. കുറുപ്പ് സാറിനെ ക്ഷണിക്കാന്ന് കരുതുക. ആ, അത് നല്ലതാ. സാറിന്റെ പ്രഭാഷണം 1-2 ഇടങ്ങളിൽ വെച്ച് ഞാൻ കേട്ടിട്ടുണ്ട്. ആ, കുട്ടികളെ ഇത്രയധികം മോട്ടിവേറ്റ് ചെയ്യാൻ പറ്റിയ വേറൊരാളില്ല. നല്ല ചോയ്സാ. ആ, നല്ല ചോയ്സ് തന്നെ. പക്ഷേ ഇത്തവണത്തെ ആർട്സ് ഡേക്ക് അട്രാക്ഷൻ വേറൊരാളാ. നീ. ഞാനോ? ആ, ഇത്രയും നല്ലൊരു കവി എന്റെ ഫ്രണ്ടായിട്ട് അത് ഞാൻ യൂസ് ചെയ്യാതിരിക്കുന്നത് മോശമല്ലേ? നീ വരണം, നിന്റെ കവിത ചൊല്ലണം, കുട്ടികളോട് നിന്നെക്കുറിച്ചും നിന്റെ കൃഷിയെക്കുറിച്ചും ഒക്കെ പറയണം. എടാ, അതൊക്കെ വേണോ? ആ, വേണം. തൊട്ടടുത്ത് നിൽക്കുന്ന ചിലര് നിന്റെ മഹത്വം മനസ്സിലാക്കുന്നില്ലായിരിക്കും. പക്ഷേ നീ വലിയവനാണെന്ന് എനിക്കറിയാം. എന്റെ കുട്ടികൾ അത് മനസ്സിലാക്കണം. പിന്നെ ഞാൻ സത്യത്തിൽ കുറുപ്പ് സാറിനെ ക്ഷണിക്കാന്ന് വെച്ചിറങ്ങിയതാ. നിനക്ക് യാത്ര ചെയ്യാൻ ബുദ്ധിമുട്ടില്ലെങ്കിൽ നമുക്ക് ഒരുമിച്ച് പോവാം. അതിനെന്താ? അതിനത്രയ്ക്ക് ദൂരമൊന്നുമില്ലല്ലോ. മാത്രമല്ല, അദ്ദേഹത്തിനൊന്ന് നേരിട്ട് കാണാനും പറ്റും. നമുക്ക് പോവാം. ആ, എങ്കിൽ സന്തോഷം. അല്ല, ഇനി അമ്മാവൻ വല്ലതും പറയൂ? ഏയ്, അമ്മാവനേക്കാൾ നന്നായി എന്റെ അവസ്ഥ വേറെ ആർക്ക് മനസ്സിലാവാനാ? എങ്കിൽ നീ വാ. വാ. നിത്യേച്ചി, ആ വീട്ടില് റോസ് പൂത്ത് നിൽക്കുന്ന കണ്ടോ? എന്തോരം പൂക്കളാ അതില്. നിത്യേച്ചി കണ്ടില്ലേ? ഇല്ല. ഇങ്ങനെ താഴെ നോക്കി നടക്കുന്ന ആളെ എങ്ങനെ കാണാനാ? കഷ്ടമുണ്ട് കേട്ടോ. സത്യം പറഞ്ഞാൽ എനിക്ക് ബോറടിക്കുന്നു. ഫംഗ്ഷൻ നടക്കുന്ന വീട്ടിലേക്ക് ഇനി ഒരുപാട് ദൂരമുണ്ടോ? ഇവിടെ തൊട്ടടുത്താ. എന്ന് നമുക്ക് വേഗം പോവാം. നമ്മൾ ചെന്നില്ലാന്ന് കരുതി അവര് വീട് പൊളിച്ചോണ്ട് പോവൊന്നുമില്ല.
എക്സ്ക്യൂസ് മീ, ഇൻകം ടാക്സിൽ വർക്ക് ചെയ്യുന്ന മാത്യു സാറിന്റെ വീട് എവിടെയാ? ഞാനിപ്പോ വരാവേ. ജ്യോതി വാ. നിക്കൊന്ന് പറഞ്ഞു കൊടുക്കട്ടെ. മാത്യു സാറിന്റെ അതെ വീടല്ലേ? അതെ. ഇവിടുന്ന് നേരെ പോയിട്ട് റൈറ്റിലേക്ക് Okay. തിരിയണം. ഒരു 200 മീറ്റർ ഉണ്ടാവും. അതിന്റെ ഡെഡ് എൻഡിലാ സാറിന്റെ വീട്. ഓക്കെ ഓക്കെ. നിത്യേച്ചി എന്തായി കാണിക്കുന്നത്? അല്ലെങ്കിൽ മര്യാദയെക്കുറിച്ച് ഭയങ്കര സംസാരാണല്ലോ. ഒരാള് വഴി ചോദിച്ചാ പറഞ്ഞു കൊടുക്കണ്ടേ?